ശൃംഗാതി ബൃങ്കാതി എണ്ണ ഉപയോഗിക്കൂ. നിങ്ങളുടെ മുടി സംരക്ഷിക്കൂ. ഈ എണ്ണ ഉപയോഗിച്ചാൽ നിങ്ങളുടെ തലയിലെ പേന്, താരൻ, ഈര്, മോര്, തൈര് തുടങ്ങിയവ നിശേഷം മാറുന്നതാണ്. ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല. ഉത്തുംഗ ശൃംഗാതി ബൃങ്കാതി എണ്ണയുടെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി നിങ്ങൾ വഞ്ചിതരാവാതിരിക്കൂ. അപ്പൊ ഈ പരസ്യത്തിൽ കണ്ട എണ്ണയാണ് പ്രശ്നം. ആണ് സാറേ, ഈ എണ്ണയാണ് എന്റെ ജീവിതം തൊലച്ചത്. വിശദമാക്കി പറയൂ. അതെ സാറേ, എന്റെ കല്യാണം ഉറപ്പിച്ചായിരുന്നേ. അപ്പൊ കല്യാണത്തിന് എന്റെ മുടി നല്ല സ്റ്റൈലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ എണ്ണ വാങ്ങിച്ച് തേച്ച് എന്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി സാറേ. ബാബുവാരന്റെ മുടി അടക്കുന്നാണ്ട് ഇത്രയും നീളം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ കണ്ട ഇത് പശു നക്കിയത് പോലെ ആയി. എനിക്ക് എന്റെ മുടി വേണം സാറേ, മുടി വേണം. നീ മുടി വേണം എന്ന് പറഞ്ഞാൽ ഞാൻ വിഗ് ഉണ്ടാക്കണ ആളല്ല, ഞാൻ ഇവിടുത്തെ ജഡ്ജിയാണ്. സാറേ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് മുടി വേണം, മുടി വേണം. എനിക്ക് അത്രയ്ക്ക് അർജന്റ് നെഞ്ചത്തുനിന്ന് പറിച്ച് തല ഒട്ടിച്ച് വെക്കണം. നെഞ്ചത്ത് പറിക്കാൻ പറ്റൂല. തലേ തേക്കുന്നതിന്റെ ബാക്കി ഞാൻ നെഞ്ചത്താണ് തേച്ചോണ്ടിരുന്നത്. ഇപ്പൊ അവിടെ മുടിയില്ല. വക്കീലുണ്ടോ? വക്കീലുണ്ടാന്നാ, എന്റെ പൈസക്കാണ് വക്കീലുണ്ടാകും. ആ ചുമ്മാതല്ല, പുള്ളിക്കാരന് ഉച്ചയ്ക്ക് കാണാഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടോണ്ടിരുന്നേ. വക്കീലുണ്ടല്ലേ? ഉണ്ട്. വക്കീൽ ഓക്കെയാണോ? ഓക്കെയാണ് സാർ. നമുക്ക് കീച്ചിയാലോ? സാർ 3, 4. ഓക്കെ. സസ്പെൻഷൻ. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. ഈ കോടതി ലോക ആരോഗ്യ കൈയാള്. എന്നാ പിടി സസ്പെൻഷൻ. സോറി സാർ, ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്തുവാ വായിന്ന് പോയെ? ഞാനൊരു വക്കീലാണ്, ശ്രമിക്ക്. ഈ കോടതിയിൽ ഘോരഘോരം ബാധിക്കുന്നൊരു വക്കീലാണ് നെയ്യ് ഡാൽഡ. യു ട്രൈ അഗൈൻ. എന്താണ് പേര്? ഉത്തുംഗ ശൃംഗാതി ബൃങ്കാതി. യുവർ ഓണർ, എന്റെ കക്ഷിയുടെ പേരും ഈ എണ്ണയുടെ പേരും ഒന്നാണ്. അപ്പൊ ഇവിടെ അച്ഛന്റെ പേര് കൊപ്പറയെന്നാണ്. അല്ല സാറേ, ഞാൻ പറഞ്ഞ എണ്ണയുടെ പേരാണ്. എന്റെ പേര് പ്രദീപ്. ഓക്കെ. മിസ്റ്റർ പ്രദീപ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരുപാട് മുടിയും പൊടിഞ്ഞു മുങ്ങി കിടക്കുന്ന ആൾക്കാരെ പോലും നോക്കാതെ. വീട്ടുപേര്? മൊട്ടക്കുന്ന്. അട്ടി, ആ തല കണ്ടിട്ട പേരായിരിക്കും അല്ലേ? ഇവിടെ ഈ സൈഡിൽ ഒരു എച്ച് എഴുതി കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ഇറക്കാം, തറവാടെങ്കിലും കിട്ടും. ബഹുമാനപ്പെട്ട കോടതി, എന്റെ ഈ കക്ഷി പരസ്യത്തിൽ കണ്ട ഒരു എണ്ണ വാങ്ങി ഉപയോഗിച്ചു. കാരണം അദ്ദേഹത്തിന്റെ കല്യാണമായതിനാൽ തലമുടി തഴച്ചു വളരുവാൻ വേണ്ടി തന്മൂലം. അപ്പൊ തലക്കല്ലേ പ്രശ്നം? തലയ്ക്കാണ് പ്രശ്നം. ആ തന്മൂലം. തന്മൂലം അദ്ദേഹത്തിന്റെ മുടി കൊഴിഞ്ഞു പോയി. ആ എണ്ണയാണ്. ആ എണ്ണയുടെ പേര് പറയൂ. ആ എണ്ണയുടെ പേര് പറയൂ. സാറെന്ന് പറ സാർ. ആ എണ്ണയുടെ പേര് പറയാൻ പറ്റത്തില്ല. ഈ കേസ് ഞാൻ തള്ളി 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 ഇത്രയും ദിവസം കൊണ്ടുവന്ന്. ഉത്തുംഗ ശൃംഗാതി ബൃങ്കാതി എണ്ണ. ആ എണ്ണ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ തലമുടി നഷ്ടമായതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 322, IPC 538, IPC 126 ഞാൻ പഠിച്ച സമയത്ത് ഇത് നൂലാനുണ്ട് സാറേ. ആ സമയത്ത് ഞാൻ കളിപ്പാട്ട സിനിമ കാണാൻ വേണ്ടി പോയിരുന്നു. അവസാനത്തെ ഏതായിരുന്നു? 126. കിട്ടി. അപ്പൊ ഈ വകുപ്പുകൾ പ്രകാരം ഈ എണ്ണ വിപണിയിൽ ഇറക്കിയ അതിന്റെ നിർമ്മാതാവിന് തൂക്കേർ വാങ്ങി കൊടുക്കണം. എന്റെ പെണ്ണുമ്പിളക്ക് ഞാൻ ഇതുവരെ ഒരു ചുരിദാർ മേടിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ പ്രതിക്ക് ഞാൻ തൂക്കാർ മേടിച്ചു കൊടുക്കാൻ പോകുന്നു. വധശിക്ഷ വാങ്ങി കൊടുക്കണം. 2 മുടി പോയാൽ അവനെ കൊല്ലണം അല്ലേ? എന്നിട്ട് അവന്റെ ചടങ്ങിന് ഒന്നും ഇഡ്ഡലി ഇല്ല. ആ നാക്കം നീട്ടിയെ അറത്തിയാൻ വെക്കും. എന്നിട്ട് എന്തോന്ന് വിളിച്ചാൽ ബ്ലെന്തോന്ന് കേൾക്കുള്ളൂ കേട്ടോ. പിന്നെ പ്രതി വന്നിട്ടുണ്ടോ? എന്നാ വിളിച്ചു കയറ്റി. കേസ് നമ്പർ 112/2024. സാറേ, ആ എണ്ണയുടെ പേരെന്താ? ഒരു അറ്റാക്ക് കഴിഞ്ഞ് എന്നെ കൊല്ലാൻ നോക്കോ? ഉത്തുംഗ ശൃംഗാതി ബൃങ്കാതി എണ്ണ. അതെ തന്നെ. ആ എണ്ണ കൊടുത്ത് വഞ്ചിച്ച കേസിലെ പ്രതി എണ്ണക്കാട് തുളസി ഹാജരുണ്ടോ? 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 ഹാജരുണ്ട് സാറേ. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. കൂട്ടിക്കറി. നമസ്കാരം. നമസ്കാരം സാറേ. മിസ്റ്റർ എണ്ണക്കാരൻ തുളസി. എണ്ണക്കാരനല്ല സാറേ, എണ്ണക്കാട് തുളസി. ഓക്കെ, എണ്ണക്കാട് തുളസി. ഓ. ഈ തല കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓപ്പർ ഹെയർ സ്റ്റൈൽ. ഇത് എവിടെ നിന്നാണ് മുടി വെട്ടുന്നത്? സാറേ, ഇയാളെ കമ്പനി എണ്ണ വാങ്ങിച്ച് തേച്ചിട്ടാണ് എന്റെ മുടി മൊത്തം കൊഴിഞ്ഞത്. സാറേ ചുമ്മയാണ് സാറേ. എന്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ഉത്തമൻ. അവൻ എണ്ണ തേക്കല്ല, കുളിക്കോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് എണ്ണ തേച്ച് വെച്ചാൽ ഈ മുടിയെല്ലാം പോണത്? സാറേ ഒന്ന് പറഞ്ഞു കൊടു സാറേ. പിന്നല്ലാതെ എനിക്കറിയാവുന്ന കേസാ സാറേ. ഞാൻ കോടതിയിൽ സത്യം പറയൂ. അതെ, കറക്റ്റ് ആണ്. സത്യം പണയുന്ന ഒരാള്. തനിക്ക് വക്കീലുണ്ടോ? വക്കീലുണ്ട്. വക്കീലിന്റെ പൈസയും പഠിച്ചിട്ട് ഇവിടെ ഉണ്ടല്ലേ. ഇവന്റെ വക്കീൽ ഓക്കെയാണോ? ഓക്കെയാണ് സാർ. നമ്മൾ കീച്ചിയാലോ? സാർ 3, 4. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ് യുവർ ഓണർ. നോ യുവർ ഓണർ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇന്നത്തെ കോടതി കഴിഞ്ഞ് പിരിച്ചു വിട്ടു. തീർന്നു. സാറേ, കോടതി പിരിഞ്ഞില്ല.
ഇനി നീ എന്തിനാ ഇതെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞേ? സാറേ ഇന്ന് വരെ ഞാൻ ഈ കോടതി വന്നിട്ട് സാറെന്നെ വാ തുറക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് എന്തെങ്കിലും പറയണ്ടേ? ആ കൊതിമൂത്ത് പറഞ്ഞാണ്. അല്ലാതെ വായിക്കൂടൊക്കെ വെള്ളം വന്നിരിക്കുന്നു. ആ പറഞ്ഞു. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം 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 സത്യം. ഇതിനകത്ത് ആരാ കഞ്ചാവ്? ഇത് ആരോടാ പറഞ്ഞേ? ഇവിടെ താനൊരു കാര്യം ചെയ്യടോ, തന്റെ കോട്ട് ഊരി അവനോട് അവൻ നല്ല ബാധിക്കും. എടാ, ഇത് ഞാൻ പറയണ്ടല്ലേ, നീ എന്തിനാ നീ പറഞ്ഞത്? സാറ് വന്നിട്ട് മിണ്ടായിരുന്ന പിന്നെ എനിക്ക് പറയണ്ടേ സാറേ? മിസ്റ്റർ മരണക്കിണർ തുളസി, എണ്ണക്കിണറ് എണ്ണക്കാട് അതാണ്. തെറ്റിച്ച് പറയല്ലേ? ബഹുമാനപ്പെട്ട കോടതി, ഈ നിൽക്കുന്ന എണ്ണക്കാട് തുളസിയെ വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. യു പ്രൊഡ്യൂസ്. അതല്ലേ ഏത്? പറയാൻ എനിക്ക് തെറ്റിയതാട്ടോ, സത്യം എനിക്ക് തെറ്റിയതായിരിക്കും. ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, എല്ലാം ക്ഷമിക്കണം. യു പ്രൊജക്ട്. പറഞ്ഞ് വേറെ കോടതി പോവാൻ. ഞാൻ പഠിച്ചാണല്ലോ. അത് സ്ഥിര പറയുന്നത്, സ്ഥിര പറയുന്ന സാധനം. അയ്യോ സത്യം, വീണ്ടും തെറ്റിയ മനുഷ്യന്റെ കാര്യമല്ലേ, മനുഷ്യന്റെ തെറ്റി. യു പ്രസീത ചാലക്കുടി. മിസ്റ്റർ എണ്ണക്കാട് തുളസി, നിങ്ങൾ എങ്ങനെയാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത്? എണ്ണ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. അതായത് വെറൈറ്റി രീതിയിലാണ് ഞാൻ എണ്ണ ഉണ്ടാക്കി എല്ലാ വിപണിയിൽ ഇറക്കുന്നത്. പറയൂ. അതായത് കാട്ടിൽ കയറും, കാട്ടിൽ കയറുവോ? പിന്നെ നിങ്ങളെ വീട്ടിൽ കയറാൻ പറ്റും. അടിക്കാൻ പൊട്ടിക്കും പറഞ്ഞോട്ടെ സാറേ, കാട്ടിൽ കയറിയിട്ട് വന്യമൃഗങ്ങളായ കുരകനെ എടുക്കും. കുരകനെ പിടിച്ച് അതിന്റെ പല്ല് ഊരിയെടുക്കും. സിംഹത്തിന്റെ ജട മൊത്തത്തിൽ ഊരിഞ്ഞെടുക്കും. എന്നിട്ട് കാട്ടുപോത്തിന്റെ കായ എടുക്കും. അതാണ് മെയിൻ ആയിട്ട്. കാട്ടുപോത്തിന്റെ കായ എടുത്ത് ഇതിൽ മരുന്നിൽ ചേർക്കും. കാട്ടുപോത്തിന്റെ കായ അല്ല, അത് നിർബന്ധമാണോ? അത് പിന്നെ അതാണ് ഇതിന്റെ മെയിൻ ഐറ്റം സാറേ. അത് കാട്ടുപോത്തിന്റെ കാ ഞാൻ പഠിച്ച പുസ്തകത്തിലൊന്നും കായില്ലായിരുന്നു സാറേ. നിനക്കറിയാം അവിടെ? ശൃംഗാതി എണ്ണ. അയ്യോ, അവിടെ ചോദിക്കണ്ടായിരുന്നു. ഗൂഗിൾ പ്ലീസ് കാട്ടുപോത്തിന്റെ ഇമേജസ്. ചുമ്മാ സാറേ, കാട്ടുപോത്തിന്റെ എന്ന് പറഞ്ഞൊരു സാധനം ഗൂഗിളിൽ പോലും ഇല്ല, കത്തിച്ചതാണ്. ഒരു കാര്യം ചെയ്യ്, നീ ഒരു 15,000 അടച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. അതിന് സാറേ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഒരു കേസ് കൂടെ ഉണ്ട്. കാട്ടിൽ കയറി വന്യമൃഗങ്ങളെ കൊന്നു. ആര് കൊന്നു? നീ കൊന്നു. ചെമ്പരത്തിയാലും അങ്ങോട്ട് പുഴിഞ്ഞിട്ട് ചുടുകല്ല് പൊടിച്ചിട്ടിട്ട് പെബിക്കൊള്ളിട്ട് ഇളക്കിയതല്ലേ നമ്മൾ കൊടുക്കുന്നത്. നീ കൊന്നെന്ന് പറഞ്ഞു. സാറേ, ഈ കൊന്നെന്ന് പറഞ്ഞാലേ പരസ്യത്തിനകത്തൊരു ഗുമ്മുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ കൈ നിട്ടൊക്കെ പറയുന്നത്. ഒബ്ജക്ഷൻ. നീ ഇപ്പൊ ഒബ്ജക്ഷൻ പറയേണ്ട കാര്യം എന്ത് വന്നു? എടാ, കോടതി വന്നാണ് ഒബ്ജക്ഷൻ പറയാനുള്ള, അല്ല നിന്റെ വീട്ടിലല്ല ഒബ്ജക്ഷൻ പറയണ്ട. നിങ്ങൾ അനങ്ങായിക്കുന്നേ. ക്ലൈമാക്സ് പറഞ്ഞ ആരും അനങ്ങരുത്, ഫ്രീസായിട്ട് ഇരിക്കണം. ഒട്ടുകൂടി വെച്ച് തലമണ്ട അടിച്ചാൻ പൊട്ടിക്കും. ഇവിടെ സൈഡ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ കക്ഷി തികച്ചും നിരപരാധിയാണ്. ആണ് സാർ. എന്റെ കക്ഷി താങ്കളോട് എണ്ണ മേടിക്കാൻ പറഞ്ഞു. ഇല്ല സാറേ, അമ്മച്ചിയാണ് പറഞ്ഞില്ല സാറേ. ഈ എണ്ണ തേച്ചാൽ മുടി കിളിർക്കുമെന്ന് എന്റെ കക്ഷി പറഞ്ഞു. ഇന്ന് വരെ ഒരാളും ഞാൻ പറഞ്ഞിട്ടില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ കക്ഷി തികച്ചും നിരപരാധിയാണ്. സാറേ, ഞാനൊരു പരസ്യം കണ്ടിട്ടാണ് ഈ എണ്ണ വാങ്ങിച്ചത്. ഒരു സിനിമ ആടി വന്നിട്ട് പറഞ്ഞ് ഈ എണ്ണ തേച്ചു കഴിഞ്ഞാൽ മുടി നല്ല തഴച്ച് വളരുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ എണ്ണ വാങ്ങിച്ച് തേച്ചത് സാറേ. ആ പരസ്യം ഞാൻ കണ്ടാണല്ലോ. ബഹുമാനപ്പെട്ട കോടതി, ഈ കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ ശിക്ഷാർഹമാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരസ്യത്തിൽ അഭിനയിച്ച സിനിമാ നടിയെ വിളിച്ച് കോടതിയിൽ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു. ആ സിനിമാ നടിയെ വിളിച്ചു കയറ്റു. കേസ് നമ്പർ 112/2024. അയ്യോ എന്റെ പൊന്നു സാറേ, ആ എണ്ണയുടെ പേര് ഒന്നുകൂടി പറയോ? ശൃംഗാതി എണ്ണ. ആ എണ്ണയുടെ പരസ്യത്തിൽ അഭിനയിച്ച സിനിമ സീരിയൽ താരം മഞ്ഞുമ്മൽ ഗീത ഹാജറുണ്ടോ? ഉണ്ടേ. ഹായ് കോടതി, നമസ്കാരം. എന്റെ പൊന്നിത് സെറ്റ് ഇട്ടേക്കണ. മേസ്ത്രിയാണ് ഈ സെറ്റ് പണിതാ. മേശരിയോ? അല്ല, കൊട്ടുവടിയൊക്കെ ഉണ്ടല്ലോ. പണി കഴിഞ്ഞില്ലേ? ഒരു സ്റ്റൂളും കൂടെ ഉണ്ടാകും. വെറുതെ എല്ലാം മുഖമൊക്കെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ മേശരി ഒന്നുമല്ല, ഞാൻ ഈ പെരക്കാത്ത മെയിൻ ആളാണ്. ഞാൻ ഇവിടുത്തെ ജപ്തിയാണ്. ജംബോ സർക്കസ്. ഞാൻ ആരടാ? ശൃംഗാതി എണ്ണ. സാറേ, സാർ ഇവിടുത്തെ ജഡ്ജാണ്. ആ ജഡ്ജി. ഒപ്പ് പഠിച്ച് ജയിക്കണ്ടായിരുന്നു. സോറി സാറേ, ഞാനേ 4 മണിപ്പൂവിലെ സംഗീതയാണെന്ന് വിചാരിച്ച് ക്യാരക്ടറായി പോയതാ. ആ ക്യാരക്ടർ വിട്. ക്യാരക്ടർ എന്നിട്ട് മഞ്ഞമ്മൽ ഗീതയിലേക്ക് വാ. താന്ന് വാ, താഴെ വാ. പറയണ്ണ ഇവിടെ കേറ് സാറേ. ഓക്കെയാ. കൂട്ടിക്കറിയില്ല. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം
സത്യം സത്യം. അതെ AC റൂമിന് 1500 രൂപ, നോൺ AC ക്ക് 500 രൂപ. ഏത് റൂമാ വേണ്ടേ? ഓണേഴ്സി മതി. നോൺ AC വിത്ത് ബ്ലാങ്കറ്റ്. ഇത് നോൺസെൻസ്, ഇത് കോടതിയാണിത്. അതെ, സത്യം ജയിച്ചാ ഞാൻ. റൂട്ട് മാറിപ്പോളത്. അതല്ലേ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത്. യുവർ ഓണർ മിസ് മഞ്ഞുമൽ ഗീത, യെസ്. നിങ്ങളുടെ പരസ്യം കണ്ട് ഇയാളുടെ മുടി പോയി. പരസ്യം കണ്ട മുടി പോവോ? നിങ്ങളെ പരസ്യം കണ്ടിട്ട് എന്റെ മുടി മാത്രമല്ല പോയത്, ഞാൻ കെട്ടായിരുന്ന പെണ്ണു വരെ കളഞ്ഞിട്ട് പോയി. അറിയോ? മിസ് ഗീത, നിങ്ങൾ ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ടോ? ഞങ്ങൾ പരസ്യത്തിൽ അഭിനയിക്കാറ് മാത്രമേ ഉള്ളൂ സാറേ, ഞങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിക്കാറേയില്ല? ഉപയോഗിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ എണ്ണയിൽ വിശ്വസിക്കുന്നുണ്ടോ? എണ്ണയിൽ എനിക്ക് വിശ്വാസമില്ല, പക്ഷേ ഈ നിൽക്കുന്ന തുളസി എണ്ണയിൽ എനിക്ക് ഭയങ്കര വിശ്വാസം. അപ്പോഴെങ്കിലും എന്നെ വിശ്വസിച്ചല്ലേ നീ? ഓ അണ്ണ. അതെ, ഇപ്പൊ ഈ എണ്ണയുടെ പരസ്യം കൂടാതെ വേറെ ഏതെങ്കിലും പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? അയ്യോ ഉണ്ട്. പിന്നെ ഉണ്ട്. ഉത്തുങ്ക ശൃംഗാതി ഉമിക്കിരി എന്ന് പറയുന്ന പരസ്യത്തില് ഭയങ്കര മോഡലാണ്. ഉമ്മക്കിരി. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരസ്യമുണ്ട്, കണ്ടിട്ടുണ്ടോ? അതൊരു കാര്യം ചെയ്, ഈ കോടതിയുടെ എല്ലാ വാതിലും തുറന്നിട്ടേര്. അതിനാ സാറേ ഈ പല്ല് പോയ കുറെ എണ്ണം കയറി വരും. മിസ്സിംഗ് കേസ് എന്നും പറഞ്ഞു. ഓ കഷ്ടം. അതെ, എങ്ങനെയെങ്കിലും ഒന്ന്. സാറേ എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് ഒതുക്കി തരണം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതെ, വിധി പറ. അയ്യോ, എന്റെ ഭാര്യ എന്റെ 2 പിള്ളേരെ ഇട്ടിട്ട് ഒരുത്തോട് ഒളിച്ചോടി പോയി. അയ്യോ, ഞാനതേ കിടക്കാൻ സ്ഥലമില്ലാതെ അരൂര് ജംഗ്ഷനിൽ ഒരു കടട തിന്നാലേ കിടക്കുന്നേ. അയ്യോ, മഴ പെയ്തിട്ട് കിടക്കാൻ സ്ഥലമില്ല. ഒരു കഷ്ടം ബ്രെഡിന് വേണ്ടി ഞാനും ഒരു പട്ടി കൂടെ എന്നും കടിപിടിയാണ്. എന്റെ വിധി, എന്റെ വിധിയേ. സാറേ സാറിന്റെ വിധി പറയാനല്ല, ഈ കേസിന്റെ വിധി ഒന്ന് പറയാൻ. അയ്യോ, അത് ശരിയാണുള്ളത്. അപ്പൊ ഈ കേസിന്റെ വിധി ഞാൻ പറയാണ്. കാട്ടിൽ കയറി മൃഗങ്ങളെ കൊന്ന വകയിൽ 4 ലക്ഷം രൂപ. 2 വ്യാജ എണ്ണ വിറ്റു 4 ലക്ഷം രൂപ. എല്ലാം കൂടെ 12 ലക്ഷം രൂപ കോടതി കെട്ടിവെച്ചിട്ട് നീ പോകും. സാറേ 4 8 ലക്ഷം അല്ലേ? പിന്നെ എന്തിനാ 12 ലക്ഷം ഞാൻ അടക്കണത്? 4 ലക്ഷം രൂപ എനിക്ക്. സാറിന് എന്തിനാ 4 ലക്ഷം രൂപ? എടാ, നിന്റെ വൃത്തിയായിട്ട എണ്ണ ഞാനും മേടിച്ച് തേച്ച്. ഇതിനാരും നഷ്ടപരിഹാരം ചെയ്യടാ. സാറേ ക്ലൈമാക്സ്. സാറേ സൈലൻസ് എന്നാ. അല്ല, ഇതാണ് യഥാർത്ഥ ക്ലൈമാക്സ്. ക്ലൈമാക്സ് 3, 4. Oh, Mary Masters.